ദേവാലയം ദൈവത്തിൻ്റെ ആലയമാണ്. ദേവാലയമാകുന്നത് ദൈവം വസിക്കുന്നത് കൊണ്ടാണ്. ദൈവം വസിക്കുന്ന ഇടത്തേക്കാണ് നമ്മൾ ആരാധിക്കാൻ ഒത്തുകൂടുന്നത്. ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ഈ ഇടവകയ്ക്ക് ഉള്ളത്ര ആളുകൾ ഈ ദേവാലയത്തിന് ചുറ്റുമായി പല ഇടങ്ങളിലായി ഭവനങ്ങളിലായി താമസിക്കുന്നു. ഇവിടെ ദൈവസന്നിധിയിലേക്ക് ഓരോ ഭവനങ്ങളിലായി ഒത്തുകൂടി വസിക്കുന്ന ജനങ്ങൾ ഒത്തുകൂടുന്ന അവസരങ്ങളിൽ അവർ ദൈവത്തോട് അടുക്കുകയാണ്. ദൈവത്തോട് അടുക്കും തോറും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തടുത്ത് ആവുകയായി. ഇതാണ് ദേവാലയത്തിൻ്റെ പൊരുൾ. ദൈവസന്നിധിയിലേക്ക് നമ്മൾ പല ഭവനങ്ങളിലായിരിക്കുന്നവർ അടുത്തു വരുന്ന സന്ദർഭങ്ങളിൽ നമ്മളും അന്യോന്യം അടുത്തു വരികയായി. ഒരു വീട്ടിലാണെങ്കിലും അങ്ങനെയാണ്. രാവിലെയും വൈകുന്നേരവും മറ്റ് സന്ദർഭങ്ങളിലും നമ്മൾ ദൈവത്തെ വിളിച്ച് ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ ആ കുടുംബത്തിലെ എല്ലാ ആളുകളും ശാരീരികമായും മാനസികമായും അവർ അടുത്തടുത്ത് വരികയായി. ഈ പ്രമാണം നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം. നമുക്ക് ശാരീരികമായി അടുത്തു വരാം, എന്നാൽ മാനസികമായി എല്ലായ്പ്പോഴും അടുത്തായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അത് അനുഗ്രഹക്കുറവുണ്ടാക്കും. വീട്ടിലായിരുന്നാലും പള്ളിയിലായിരുന്നാലും ഇത് നമ്മളെപ്പോഴും നമ്മളുടെ മനസ്സിൽ സൂക്ഷിക്കണം എന്ന ഈ അവസരം ഒന്നാമത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ദേവാലയം പുനർനിർമ്മിക്കുന്ന സന്ദർഭത്തിൽ നമ്മളും ഈ പുനർനിർമ്മാണത്തിനും പുനഃനവീകരണത്തിനും വിധേയമാവുകയാണ്. പള്ളിയുടെ ഘടന നവീകരിക്കപ്പെടുമ്പോൾ നമ്മളുടെ ആന്തരവും ബാഹ്യവുമായ എല്ലാ കാര്യങ്ങളിലും ഈ നവീകരണം ഉണ്ടാവണം. അതിന് നമ്മൾ പ്രതിജ്ഞാബദ്ധരാവുകയാണ്. ഈ പുനർനിർമ്മിച്ച ദേവാലയം നമ്മൾ വീണ്ടും നവീകരിച്ച് ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ. രണ്ടാമത് ഒരു പ്രമാണം, നമ്മൾ ഭവനത്തിൽ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഒരു തിരിവട്ടം കത്തിച്ചു വെക്കും. എണ്ണത്തിരി ആയാലും അല്ലെങ്കിൽ മെഴുകുതിരിയായിരുന്നാലും ഒരു തിരി കത്തിച്ചു വെക്കും. സന്ധ്യയാകുമ്പോൾ തിരി കത്തിക്കും. തിരി കത്തിച്ച ശേഷം നമ്മൾ ആ തിരിവട്ടത്തിന് അഭിമുഖമായി നമ്മൾ അടുത്തു വരും. വെളിച്ചമാണ്, വെളിച്ചത്തിന് അടുത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം വെളിച്ചം എന്നാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം ആദ്യമായി ലോകവുമായി ബന്ധപ്പെടുമ്പോൾ, മനുഷ്യരുമായി ബന്ധപ്പെടുമ്പോൾ ഉറക്കെ പറയുന്നത്, രേഖപ്പെടുത്തുന്നത് വെളിച്ചം ഉണ്ടാകട്ടെ എന്നാണ്. ദൈവത്തിൻ്റെ ആദ്യത്തെ ശബ്ദം വെളിച്ചം ഉണ്ടാകട്ടെ എന്നാണ്. വെളിച്ചം 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 ഉണ്ടാകട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 8-ാം വാക്യത്തിൽ യേശു ക്രിസ്തു തന്നെ പറയുകയാണ്,
ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ക്രിസ്തുവിനോട് നമ്മൾ അടുത്തു വരുന്നു, ദൈവത്തോട് നമ്മൾ അടുത്തു വരുന്നു. അടുത്തു വരുമ്പോൾ ആ പ്രകാശത്തിൽ നിന്ന് പ്രകാശം സ്വീകരിച്ചുകൊണ്ട്, വെളിച്ചമാകുന്ന ദൈവത്തിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് നമ്മളും ഒരു കൊച്ചു കൈത്തിരിയായി രൂപാന്തരപ്പെടണം എന്നുള്ളതാണല്ലോ. ഒരു ദേവാലയം നവീകരിക്കപ്പെടുമ്പോൾ അണഞ്ഞുപോയി പോവുകയോ അല്ലെങ്കിൽ മങ്ങി പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിലെ പ്രകാശം അത് പ്രോജ്വലിപ്പിക്കുവാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാവുകയാണ്. എണ്ണയില്ലെങ്കിൽ അത് അതിലേക്ക് പകർന്നു കൊടുക്കണം. എണ്ണ സ്നേഹമാണ്. സ്നേഹം പകർന്നു കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വെളിച്ചമുണ്ടാകുന്നത്. അങ്ങനെ വെളിച്ചത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ അടുത്തു വന്ന്, വെളിച്ചത്തിൽ നിന്ന്, ദൈവമെന്ന വെളിച്ചത്തിൽ നിന്ന്, ക്രിസ്തുവെന്ന വെളിച്ചത്തിൽ നിന്ന് നമ്മൾ വെളിച്ചം സ്വീകരിക്കുകയായി. ആ വെളിച്ചം കൊച്ചു കൊച്ചു ചിരാതുകളിൽ എന്ന പോലെ നമ്മൾ വെളിച്ചമായി ഒത്തുകൂടുമ്പോൾ അത് വെളിച്ചത്തിൻ്റെ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കും, വെളിച്ചത്തിൻ്റെ ഒരു ചുറ്റുവട്ടമുണ്ടാക്കും. ദേവാലയം എന്ന സങ്കല്പം അങ്ങനെയാണ് ദൈവത്തിൻ്റെ ആലയമായി തീരുന്നത്. ദൈവമുള്ളിടത്ത് പ്രകാശമുണ്ട്. ഒരു വീട്ടിൽ ദൈവമില്ലെങ്കിൽ വെളിച്ചമില്ല, അണഞ്ഞു പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും തപ്പിത്തടയും, കൂട്ടിമുട്ടും, കലഹമുണ്ടാവും, പരസ്പരമുള്ള സ്വൈരമില്ലായ്മ സംജാതമാവും. അത്തരം മേഖലകൾ എവിടെയും കാണാം. അന്ധകാരത്തിൻ്റെ ആധിപത്യം കൂടുതലായി വരുന്ന ഒരു ചുറ്റുവട്ടം എന്നത്തേക്കാളും അധികമായി ഉണ്ടാവുകയല്ലേ. അവിടെ ദൈവത്തിൻ്റെ വെളിച്ചത്തിൻ്റെ സാന്നിധ്യങ്ങളാകുവാൻ, ഇവിടെ വീട്ടിലായിരുന്നാലും അയൽപക്കത്തായിരുന്നാലും വ്യാപരിക്കുന്ന ഇടങ്ങളിലായിരുന്നാലും നമുക്കെങ്ങനെ ഒരു കൊച്ചു ചിരാതായി, ഒരു കൊച്ചു വെളിച്ചമായി മാറാം, ഒരു തിരിവട്ടമായി മാറാം. അത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. എവിടെ പോയിരുന്നാലും അന്ധകാരമുണ്ടാക്കാനല്ല, ഉണ്ടാക്കുവാനാണ് നമ്മളുടെ വിളിയും നിയോഗവും. അത് നമ്മൾ തിരിച്ചറിയണം.